തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മുടെ LSGSന്റെ ഹ്യൂമൻ ബോഡി പാർട്സിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡി സിസ്റ്റംസ് നല്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാവരും ക്ലാസ് കേട്ടില്ലേ? പഠിച്ചോ എല്ലാവരും? അതേപോലെ നമ്മൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അത് ചെയ്യാൻ പറ്റിയോ? കുറച്ച് മാച്ച് ദ ഫോളോയിങ് തന്നിരുന്നു. എല്ലാവരും അത് ചെയ്തിരുന്നോ? ചെയ്തില്ലേ? ഓക്കെ. ഈ ക്ലാസ്സിലെ ലാസ്റ്റ് സെക്ഷനിൽ നമുക്കത് ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് അതേപറ്റി അല്ലെങ്കിൽ ഇതിൽ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഞാൻ ഒന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നോക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെടുത്ത ക്ലാസ്സിന്റെ തന്നെ ഇതായിരുന്നില്ലേ? അത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഓക്കെ, എന്നാലും നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഓർഗൻ സിസ്റ്റംസ് പഠിക്കാം. ഓക്കെ, നമ്മൾ ഏതാ ഇപ്പൊ പഠിച്ചത്? ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഇത്രയും സിസ്റ്റംസ്, ഇനി ഏകദേശം 10ഓളം സിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആണ് ക്ലാസ്. നന്നായി ശ്രദ്ധിക്കുക. ഒപ്പം നമ്മുടെ തരുന്ന നോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നന്നായിട്ട് നോക്കുക. അറിയാലോ, ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഓർഗൻ സിസ്റ്റംസ് കൊണ്ടാണ് കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓർഗൻ സിസ്റ്റംസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരുപാട് ഓർഗൻസ് വെച്ചിട്ടാണ്. ഇനി ഈ ഓരോ ഓർഗനും എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ടിഷ്യൂസ്, അതായത് ഒരുപാട് ടിഷ്യൂസ് കൂടി ചേർന്ന് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ഒരു ഓർഗനായിട്ട് മാറുന്നത്. ഇനി ഒരുപാട് സെൽസ് കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു ടിഷ്യൂ ആയിട്ട് അത് പെർഫോം ചെയ്യുന്നത്. സോ ഇതിന്റെ എല്ലാം ബേസ് ആരാണ്? നമ്മുടെ സെൽസ് അല്ലേടാ? എല്ലാവർക്കും അത് അറിയുന്ന കാര്യമല്ലേ? നമ്മളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി പഠിക്കാൻ പോകുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. നിങ്ങൾക്ക് അറിയോ എന്താണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്? എന്ത് സർക്കുലേറ്ററി സിസ്റ്റം? അതായത് നമ്മുടെ എൻറ്റയർ ബോഡിയിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. എന്തിന്റെ? ബ്ലഡിന്റെ. അപ്പൊ അതില് ബ്ലഡ് മാത്രമാണോ ഉള്ളത്? അല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു എന്താ പറയാ, സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഈ ഒരു ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റം? അതായത് ഓക്സിജനും ന്യൂട്രിയൻസും ബോഡിയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും, അതായത് കൊടുക്കുന്നതിനും, അതുപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വേസ്റ്റിനെ ക്യാരി ചെയ്തിട്ട് പുറത്തുവിടുന്നതിനാണ് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്. ആണ് നമ്മൾ ആര് ചെയ്യുന്നത്? സർക്കുലേറ്ററി സിസ്റ്റം ചെയ്യുന്നത് ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് അറൌണ്ട് യുവർ ബോഡി ആൻഡ് ഹെൽപ്പ് ടു ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ്. ഓക്സിജൻ ന്യൂട്രിയൻസും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വേസ്റ്റിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അവരെ എടുത്തു വരിക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഇതില് ഏതൊക്കെ പാർട്സ് ആണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്നതെന്ന് അറിയോ? ബ്ലഡ് ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഉള്ളത് ആരാണ്? ഹാർട്ട് ഉണ്ട്, പിന്നെ വെയിൻസ് ഉണ്ട്, പിന്നെ ആർട്ടറീസ് ഉണ്ട്. ഇത്രയും ആൾക്കാര് കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എന്താവുന്നത്? ഒരു സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ ആർട്ടറി എന്താണ്, വെയിൻ എന്താണ്, ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്, ബ്ലഡിന്റെ പണി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഹാർട്ടിനെ പറ്റിയിട്ടാണ് പറയാൻ. ഹാർട്ട് എന്താണ്? നമുക്കറിയാം, ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ആരാണ്? ത്രൂ ഹാർട്ട് വഴിയാണ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നത്, അല്ലെ? ഈ ഹാർട്ടിലോട്ട് ബ്ലഡിന്, ഹാർട്ട് ചുമ്മാ അങ്ങോട്ട്
പമ്പ് ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, ആരൊക്കെയോ വഴി എന്തിന്റെയൊക്കെയോ സഹായത്തോടു കൂടിയാണ് പമ്പ് ചെയ്യുന്നത്. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആരുടെയൊക്കെയോ സഹായത്തോടു കൂടി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആരുടെയൊക്കെയോ സഹായത്തോടു കൂടിയിട്ട് തിരിച്ച് പ്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് വഴിയാണ് കടത്തിവിടുന്നത്. അപ്പൊ അതിന് ഫസ്റ്റ് വരുന്ന ആളാണ് ആര്? നമ്മുടെ ആർട്ടറീസ്. ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡിനെ ഹാർട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന, അതായത് ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ പമ്പ് ചെയ്ത് ഡിഫറെന്റ് പാർട്സിലോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആര്? ആർട്ടറീസ്. ഈ ആർട്ടറി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ, വളരെ തിക്കും അതുപോലെ ഇലാസ്റ്റിക്കും ആണ്. ഇത് ഈ ഒരു ആർട്ടറി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് മസിൽസ് കൊണ്ടാണ്? സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. ഇനി ഈ ഹാർട്ടിന്റെ വെൻട്രിക്കിൾസുമായിട്ടാണ് ആര് കണക്ട് ചെയ്തിരിക്കുന്നത്? ഹാർട്ടിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലൂടെ കൊണ്ടുപോകുന്നതാണ് ആര്? ആർട്ടറീസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലല്ലോ. ഒന്നുകൂടെ പറയാം. ഹാർട്ടിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിന്, ശുദ്ധമായ ബ്ലഡിന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? ആർട്ടറീസ്. ഹാർട്ടുമായിട്ട് ആർട്ടറീനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? വെൻട്രിക്കിൾസ് ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വെയിൻസിനെ പറ്റിയിട്ടാണ്. വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ, അതായത് ഓക്സിജൻ യൂസ് ചെയ്തതിന് ശേഷം ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ബോഡി പാർട്സിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഓക്സിജൻ പ്യുവർ ആയിട്ടുള്ള, ഓക്സിജൻ കുറവുള്ള അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിൽ എത്തിച്ച് അതിനുശേഷമാണ് അത് എന്ത് ചെയ്യുന്നത്? ലങ്സിൽ പോയി പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ വെയിൻസിന്റെ ഫങ്ഷൻ എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നു? ഹാർട്ടിലോട്ട് ക്യാരി ചെയ്യുന്നത് ആരാണ്? ഡീഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ഹാർട്ടിലോട്ട് ക്യാരി ചെയ്യുന്നതാണ് ആരുടെ പണി? വെയിൻസിന്റെ പണി. ഹാർട്ടിൽ നിന്ന് പ്യുവർ ബ്ലഡിനെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി കൊണ്ടുപോകുന്നത് ആർട്ടറീസ് ആണ്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? വെയിൻസിന്റെ ഫംഗ്ഷൻ. അതായത് ഹാർട്ടിലോട്ട് ബ്ലഡിനെ കൊടുക്കുക എന്നുള്ളതാണ് വെയിൻസിന്റെ പരിപാടി. ഇത് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൺ വേ വാൾവ് ആണ്. പിന്നെ ഇത് സ്കെൽട്ടൽ മസിൽസുമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വേസ്റ്റ് മെറ്റീരിയൽസിനെയും അതുപോലെ ഓക്സിജൻ പ്യുവർ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹാർട്ടിലോട്ട് തിരിച്ചു കൊടുക്കുന്നത് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹാർട്ടിലോട്ട് കൊടുക്കുന്നത് ആരാണ്? ഈ വെയിൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കാപ്പിലറീസ് ആണ്. കാപ്പിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ് എന്ത്? കാപ്പിലറീസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? വെയിൻസിനെയും ആർട്ടറീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഈ കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ വോൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, വളരെ ഒറ്റ സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ തിക്കായിട്ടുള്ള ഒരു വാളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിൽ നിന്ന് ബോഡി സെൽസിലോട്ട് കാപ്പിലറീസ് വാൾസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അതായത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഓക്സിജൻ ഇല്ലേ, ആ കിട്ടുന്ന ഓക്സിജൻ നമുക്കറിയാം അൽവിയോളയിൽ നിന്നാണ് ബ്ലഡ് കാപ്പിലറിയിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് പോകുന്നത്. അങ്ങനെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് ആ ഒരു ഓക്സിജനെ കൊടുക്കാൻ അൽവിയോളയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കാപ്പിലറീസ് ആണ്. ഈ കാപ്പിലറീസിലൂടെ ആയിരിക്കും എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യാം? അൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് എത്തുന്നത്. അപ്പൊ കാപ്പിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നമ്മുടെ ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഓക്സിജനും ഇന്റർചേഞ്ച് ചെയ്യുന്നത് ബ്ലഡിൽ നിന്ന് ബോഡി സെൽസിലോട്ടാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കാപ്പിലറി വോൾസ് ആണ്.
ഇനി നിങ്ങൾ നോക്കിക്കേ, ആർട്ടറീസ് ഇതാണ് ഒരു ഹാർട്ട് എന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് ആർട്ടറീസ് വഴിയായിരിക്കും ബ്ലഡ് പോകുന്നത്. എന്നിട്ട് അത് എങ്ങോട്ട് എത്തും? കാപ്പിലറീസിലോട്ട് എത്തും. ഇനി അവിടെ നിന്ന് അത് എന്ത് ചെയ്യും? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് പോവും. എന്നിട്ട് അവിടെ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്തിട്ട് കാപ്പിലറീസിലോട്ട് എത്തും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഹാർട്ടിലോട്ട് വെയിൻസ് വഴി ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ പ്യുവർ ബ്ലഡ് എന്ത് ചെയ്യും? തിരിച്ചു പോകും. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ബ്ലഡ് അപ്പൊ നമുക്ക് നോക്കാം. ബ്ലഡ് മെയിൻ ആയിട്ട് ഏതൊക്കെ ടൈപ്പ് ആണുള്ളത്? റെഡ് ബ്ലഡ് സെൽസും ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസും ഉണ്ട്. റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെഡ് കളർ ആണ്. അതിനകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത്. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ഈ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഓക്സിജനെ എന്ത് ചെയ്യുന്നത്? ക്യാരി ചെയ്യുന്നത്. ബ്ലഡിലൂടെ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിനിലായിരിക്കും നമ്മുടെ ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്യുക. എന്നിട്ട് ആ ഓക്സിജനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യിക്കുകയാണ് ചെയ്യുക. ആ ഓക്സിജനെ ഹീമോഗ്ലോബിൻ എടുത്തിട്ട് നമ്മൾ എവിടേക്കെങ്കിലും പോവാണെങ്കിൽ നമ്മളതിനെ ക്യാരി ചെയ്യുന്നത് ആരായിരിക്കും? ഒരു വണ്ടി ആയിരിക്കില്ലേ? നമ്മളൊരു വണ്ടി കയറിയിട്ടല്ലേ പോവാ? അതേപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ ബ്ലഡിൽ ക്യാരി ചെയ്യുന്നത് നമ്മുടെ ഒരു എന്താ പറയാ ബസ്സായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഈ വരുന്ന ഓക്സിജനെ അതുപോലെ സ്വീകരിച്ച് എവിടെയാണോ ആ ഓക്സിജൻ എത്തിക്കേണ്ടത് അങ്ങോട്ടേക്ക് നല്ല സേഫ് ആയിട്ട് എത്തിക്കും. അതാണ് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇല്ലാത്ത കാരണം തന്നെ അതില് റെഡ് കളർ ഇല്ല. ഓക്കെ, നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു WBC ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം നമ്മളെ ബോഡിയില് ബ്ലഡ് ഉണ്ട്. ബ്ലഡില് നമ്മുടെ എൻറ്റയർ ബോഡിയില് 90% എന്താണ്? വാട്ടർ ആണ് അല്ലെ? ഇനി ഇതിൽ നമുക്കറിയാം ബ്ലഡ് ഉണ്ട്. ഈ ബ്ലഡില് പ്ലാസ്മ ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് അഥവാ WBCs ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇനി ബ്ലഡിൽ മെയിൻ ആയിട്ട് കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ബ്ലഡ് പ്രോട്ടീൻസ് അഥവാ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയും. മെയിൻ ആയിട്ട് 3 പ്രോട്ടീൻസ് ആണുള്ളത്: ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ആൽബുമിൻ എന്ന് പറയുന്നത്, ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് പ്രഷർ. അതുപോലെ അതായത് നമ്മുടെ ശരീരത്തിലെ പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ആൽബുമിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെസ്പോണ്ട് ചെയ്യാം. അതായത് നമ്മുടെ ശരീരത്തിലോട്ട് എന്തെങ്കിലും ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെസ്ട്രിക്ട് ചെയ്ത് നമ്മുടെ ബോഡിക്ക് ഒരു പ്രതിരോധ ശേഷി കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ നമുക്കറിയാം ബ്ലഡ് ക്ലോട്ടിങ്ങിന്, അതായത് നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി എന്താവണം? അത് ക്ലോട്ട് ആവണം. ആ ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? നമ്മുടെ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ്. അപ്പൊ ഈ പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ എല്ലാ എക്സാംസിലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പോർഷൻ ആണ് ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസ് അഥവാ ബ്ലഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്ലഡിലെ പാർട്ട് ഏതാന്നായിരിക്കും ചോദിക്കാം. ആൽബുമിൻ ആണ്. അപ്പൊ ആ രീതിയിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ആയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പാർട്സ് ഓഫ് ഹ്യൂമൻ ബ്ലഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ഉണ്ട്? ഒരു വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാം. ഇനി RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ. അതായത് നമ്മൾ പറഞ്ഞു ഈ RBCക്ക് അകത്ത് എന്തുണ്ട്? ഹീമോഗ്ലോബിൻ ഉണ്ട്. ആ ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്ലാസ്മയിൽ എന്തുണ്ട്? ഒരുപാട് ന്യൂട്രിയൻസും മിനറൽസും ഉണ്ട്. ആ ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസ്മ പ്രോട്ടീൻസ്. ഓക്കെ, ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. എന്തായിരുന്നു നമ്മൾ ചോദിച്ചത്? ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്?
ആൻസർ എന്താ? യെസ്, മൗത്ത്. വളരെ കറക്റ്റ്. എന്താണ്? മൗത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർഷ്യൽ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെയാണ്? അതെ, മൗത്തിൽ തന്നെയാണ്. കറക്റ്റ്. ക്ലാസ് കേട്ടിട്ടുണ്ട് അല്ലെ നിങ്ങള്? ഇനി നെക്സ്റ്റ്, ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെയാണ്? പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. യെസ്, സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇനി വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത് എവിടെയാണ്? യെസ്, ലാർജ് ഇൻഡസ്റ്റൈനിലോട്ടാണ് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ. എല്ലാവരും അത് ക്ലാസ് കേട്ട് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മള് ഓക്സിജന് എക്സ്പയർ ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം അല്ലെ? അതായത് ഒരു എക്സ്പിറേഷനും ഇൻസ്പിറേഷനും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ആണ് ഇതിൽ നമ്മളെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന മേജർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ലങ്സ്, നോസ്, മൗത്ത്, ട്രക്കിയാണ്. നമുക്കറിയാം, നമ്മളൊരു ഓക്സിജനെ നമ്മുടെ നോസ് വഴി എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. എന്നിട്ട് നാസൽ കാവിറ്റിയിലൂടെ അതെന്ത് ചെയ്യുന്നു? ട്രക്കിയ വഴി വന്ന് എങ്ങോട്ട് എത്തുന്നു? ബ്രോഞ്ചിയിലോട്ട് എത്തുന്നു. ദെൻ അത് എങ്ങോട്ട് എത്തുന്നു? അൽവിയോളയിലോട്ട് എത്തുന്നു. അൽവിയോളയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ ഓക്സിജന് ബ്ലഡ് കാപ്പിലറീസിലോട്ട് കൊടുക്കുന്നു. അവിടെ നിന്ന് ആ ഓക്സിജനെ നമ്മുടെ RBCs ക്യാപ്ചർ ചെയ്ത് ഹീമോഗ്ലോബിനിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് എത്തിക്കുന്നു. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നു. അതിനെ എങ്ങോട്ട് തന്നെ എത്തിക്കുന്നു? തിരിച്ച് നമ്മുടെ കാപ്പിലറി വഴി എത്തിക്കുന്നു. അവിടെ നിന്ന് അൽവിയോളയിൽ നിന്ന് CO2 മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? അൽവിയോളയിൽ നിന്ന് ബ്രോഞ്ചി വഴി, ബ്രോഞ്ചിയോൾ വഴി, ട്രക്കിയ വഴി, നാസൽ കാവിറ്റി വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വസിച്ച് പുറത്തുവിടും. ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നടക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്? മൂവ് എയർ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ലങ്സ്. അതായത് ലങ്സിലോട്ട് എയറിനെയും ലങ്സിൽ നിന്ന് എയറിനെയും എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തുവിടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ബ്ലഡും ലങ്സും തമ്മിലുള്ള ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആണ്? നമ്മുടെ ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. അതായത് ഇനി പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലിങ്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കൊടുക്കുകയും അതുപോലെ തന്നെ, അതായത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനെ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ആരൊക്കെ സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ സഹായിക്കുന്നുണ്ട്. ഇനി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു കോപ്പറേഷനിലാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. റെസ്പിറേഷൻ നന്നായി നടക്കണമെങ്കിൽ ആരവിടെ പണിയെടുക്കുന്നുണ്ട്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അവിടെ പണിയെടുക്കുന്നുണ്ട്. എന്ത് പണിയാ എടുക്കുന്നത്? ഓക്സിജനെ, നമ്മള് ശ്വസിച്ച ഓക്സിജനെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് എത്തിക്കാൻ ആരാ സഹായിക്കുന്നത്? സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അതായത് അൽവിയോളയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മുടെ ഇപ്പൊ ഓക്സിജൻ നമ്മൾ ശ്വസിച്ച് അതായത് ഓക്സിജൻ നമ്മളിപ്പോ നോസിൽ നിന്ന് ശ്വസിച്ചു. ദെൻ അത് എങ്ങോട്ടെത്തി? ഫാരിങ്സ് വഴി, ട്രക്കിയ വഴി ലങ്സിലോട്ട് എത്തുകയാണ്. ലങ്സിലോട്ട് എങ്ങനെയാ എത്തുന്നത്? ബ്രോഞ്ചി വഴി, ബ്രോഞ്ചിയോള് വഴി. ഇനി നമ്മള് ഈ ബ്രോഞ്ചിയോളിനകത്താണ് എന്തുള്ളത്? നമ്മുടെ അൽവിയോളയിലോട്ട് ഇപ്പൊ നമ്മുടെ ഓക്സിജൻ എത്തിയിട്ടാ. ഈ ഓക്സിജൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓക്സിജനെ നമ്മൾ സ്വീകരിച്ചിരിക്കുകയല്ലേ, അപ്പൊ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഇവിടെ എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് എല്ലാവർക്കും കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ട് പോവാനായിരിക്കും കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക. അങ്ങനെയാണ്.
അപ്പൊ ഈ ഓക്സിജൻ കൂടുതലുള്ള ഈ അൽവിയോളയിൽ നിന്ന് ഓസ്മോസിസ് വഴി എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ഓക്സിജൻ ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലോട്ട് ഈ കാപ്പിലറിയുടെ വാളിലോട്ട് എത്തും. ദെൻ ഈ കാപ്പിലറീസിൽ ആരുണ്ടായിരിക്കും? നമ്മുടെ RBCs ഉണ്ടായിരിക്കും. RBCസിലുള്ള ഹിമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഈ വന്നിട്ടുള്ള എല്ലാ ഓക്സിജനെയും എന്ത് ചെയ്യും? ക്യാരി ചെയ്യും. എന്നിട്ട് നമ്മുടെ ആർട്ടറീസ് വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് എത്തും. ഇനി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ആര് വരും? കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് വരും. അതെന്ത് ചെയ്യും? നമ്മുടെ ഈ വെയിൻ വഴി വന്നിട്ട് ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് ഇപ്പൊ എവിടെ എത്തി? കാപ്പിലറിയിലോട്ട് എത്തി. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും കൂടുതൽ? ഇപ്പൊ കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയായിരിക്കും? കാപ്പിലറിയിലോട്ടായിരിക്കും കൂടുതൽ. സോ ഡിഫ്യൂഷൻ വഴി എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലോട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് അൽവിയോളയിൽ ഇപ്പൊ എന്താണ് ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇനി എന്ത് ചെയ്യും? അൽവിയോളയിൽ നിന്ന് ബ്രോഞ്ചിയോൾ വഴി, ബ്രോഞ്ചസ് വഴി, ലങ്സ് വഴി, ട്രക്കിയ വഴി, ഫാരിങ്സ് വഴി, നോസ് വഴി നമ്മൾ എന്ത് ചെയ്യും? ശ്വസിച്ച് പുറത്തു വിടും. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്നത് എന്നുള്ളത്? എന്താ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തിക്കാനും വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യാനും വളരെയധികം പങ്ക് ആര് വഹിക്കുന്നുണ്ട്? നമ്മുടെ ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റം വഹിക്കുന്നുണ്ട്. എളുപ്പല്ലേ? കിട്ടിയില്ലേ? ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നത് എങ്ങനെയാ നിങ്ങൾ പഠിച്ചിപ്പോ? നമ്മുടെ ശ്വസന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്നല്ലേ പഠിച്ചില്ലേ? എളുപ്പല്ലേ? അൽവിയോള, ഈ അൽവിയോളയിൽ നിന്ന് ഓക്സിജൻ കാരണം ഇപ്പൊ അൽവിയോളയിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. സോ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് നമ്മുടെ കാപ്പിലറിയുടെ ബോളിലൂടെ RBCക്ക് അകത്തോട്ട് എന്ത് കയറും? നമ്മുടെ ഈ ഒരു ഓക്സിജൻ കയറും. ദെൻ കാപ്പിലറിയിലോട്ട് എത്തിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഡിഫ്യൂഷൻ വഴി തിരിച്ച് അൽവിയോളയിലോട്ടും കയറും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതായത് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ മൂവ് ഔട്ട് ഓഫ് ലങ്സ് ഇൻ ടു ബ്ലഡ് ബാലൻസ് കോൺസെൻട്രേഷൻ ആൻഡ് CO2 ഓഫ് ദ ഓപ്പോസിറ്റ് മൂവ് ദിസ് വേ. ഓക്കെ അല്ലേ? എളുപ്പല്ലേ? ഇനി അടുത്തത് എയർ ഇൻഹെയിലും എക്സെയിലും. ഇൻഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മള് ഉള്ളിലോട്ട് എടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ റിബ് കേജ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഡയഫ്രം എന്ത് ചെയ്യും? ഡയഫ്രം ഒന്ന് കോൺട്രാക്ട് ചെയ്യും. ഇനി എക്സെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ റിബ് കേജ് എന്ത് ചെയ്യും? ലോവർ ആവും. ഡയഫ്രം എന്ത് ചെയ്യും? അപ്പൊ ആ റിബ് കേജിലോട്ട് ഒന്ന് മൂവ് ഓൺ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഇൻഹേലും എക്സലേഷനിലും നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്പിറേറ്ററി സിസ്റ്റം മനസ്സിലായില്ലേ? നമ്മളിപ്പോ ബ്ലഡ്, അതായത് സർക്കുലേറ്ററി സിസ്റ്റം പറഞ്ഞു, റെസ്പിറേറ്ററി സിസ്റ്റം പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളത് എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെല്ലുലാർ വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ സെല്ലുലാർ വേസ്റ്റുകളെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അത് എന്ത് ചെയ്യണം? നമുക്ക് റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് പാർട്സ് ഉണ്ട്. അതിന് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലുള്ള ആൾക്കാരെ എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് കിഡ്നീസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു യൂറിനറി ബ്ലാഡർ ഉണ്ടായിരിക്കും, പിന്നെ ഇതുണ്ടായിരിക്കും യൂറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. കണ്ടോ? യൂറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഡിക്യുമെന്ററി, അതായത് സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ലങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ വേസ്റ്റ് അല്ലേ, അതിന് റിമൂവ് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പൊ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തില് നമുക്ക് ഇനി പഠിക്കാം. നോക്കിക്കേ, വേസ്റ്റ് ആൻഡ് വാട്ടർ ഡിഫ്യൂസ് ഔട്ട് ഓഫ് ദി ബോഡി ഇൻ ടു ഫിൽറ്റേഴ്സ് ഇൻ ദി കിഡ്നി. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേസ്റ്റുകളെ ഫിൽട്ടർ ചെയ്യാന്നുള്ളതാണ് ആരുടെ പണി? കിഡ്നിയുടെ പണി. കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്?
റിമൂവ് ചെയ്യുന്ന ലിക്വിഡ് വേസ്റ്റ് ആണ് എന്ത് യൂറിൻ എന്ന് പറയുന്നത്. യൂറിൻ നമ്മുടെ കിഡ്നീസ് ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് നമ്മളുടെ കിഡ്നിയിൽ ഇപ്പൊ ഫിൽട്രേഷൻ നടന്നു, എന്ത് ഫോം ചെയ്തിട്ടുണ്ടാവും, യൂറിൻ ഫോം ചെയ്തിട്ടുണ്ടാവും. ആ ഫോം ചെയ്ത യൂറിന് നമ്മുടെ കിഡ്നി എന്ത് ചെയ്യും, നമ്മുടെ കിഡ്നി യൂറേറ്റേഴ്സ് വഴി യൂറിനറി ബ്ലാഡറിലോട്ട് എത്തിക്കും. എന്നിട്ട് നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, യൂറേത്ര വഴിയാണ് ബ്ലാഡറിലുള്ള യൂറിൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂറിനേഷൻ വഴി കളയുന്നത്. ഇനി നോക്കിക്കേ, അതായത് നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാനുള്ള അതിന്റെ എബിലിറ്റി ഉണ്ട്, റൺ ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും അതുപോലെ തന്നെ തിങ്സ് ബിൽഡ് ചെയ്യാനൊക്കെയുള്ള കഴിവുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതിനൊക്കെ പറ്റുന്നത്? അതിനെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സ്കെൽട്ടൽ ആൻഡ് മസ്കുലാർ സിസ്റ്റംസ് ആണ്. ഏതൊക്കെയാണ്? സ്കെൽട്ടൽ ആൻഡ് മസ്കുലാർ സിസ്റ്റംസ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മസ്കുലാർ സിസ്റ്റം ആണ്. അതായത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ മേജർ മസിൽസ് നമ്മുടെ ശരീരത്തിലുള്ളത് 3 എണ്ണാണ്. ഒന്ന് സ്കെൽട്ടൽ മസില്, സ്മൂത്ത് മസില്, ദെൻ കാർഡിയാക് മസില്. സ്കെൽട്ടൽ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? വോളണ്ടറി ആക്ഷൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, വോളണ്ടറി ആക്ഷൻസിന് വേണ്ടിയിട്ട് ബോൺസിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മസിലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സ്കെൽട്ടൽ മസിൽ എന്ന് പറയാം. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ നമ്മുടെ കൈക്കാലുകൾ മൂവ് ചെയ്യിക്കുക, ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയാ. അതിന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബോൺസിനെയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബോൺസിനെയാണ് നമ്മൾ സ്കെൽട്ടൽ ബോൺസ്, സ്കെൽട്ടൽ മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും അതുപോലെ ബ്ലഡ് വെസൽസിലും ഒക്കെ ഉള്ളതാണ് ഈ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. അതും എന്താണ്, ഒരു ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. അതായത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഇതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവരുടെ മൂവ്മെന്റ്സിന് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ ഇൻവോളണ്ടറി ആയിട്ട് ആക്ഷൻസ് നടക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന മസിലാണ് എന്ത്, സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കാർഡിയാക് മസിൽ. നമുക്കറിയാം നമ്മുടെ ഹാർട്ടിലുള്ള മസിൽസ് ആണ് കാർഡിയാക് മസിൽ. അതെന്താണ്, ഇൻവോളണ്ടറി ആണ്. ഓക്കെ, ഇനി സ്കെൽട്ടൽ മസിൽസ്. സ്കെൽട്ടൽ മസിൽസ് വർക്ക് ചെയ്യുന്നത് ഒരു ഓപ്പോസിംഗ് പെയേഴ്സ് വഴിയാണ്. അതായത് മസിൽസ് എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത് വഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 600ഓളം സ്കെൽട്ടൽ മസിൽസ് ഉണ്ട്. നമ്മുടെ ടോട്ടൽ ബോഡിയിൽ ഒരു 0.5% എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സ്കെൽട്ടൽ മസിൽസിന്റെ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, മസിൽസിനെ പുൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുഷ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി എന്ത് ചെയ്യുന്നത്, നമ്മുടെ മസിൽസിലാണ് നമ്മുടെ എനർജീസ് സ്റ്റോർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയണം, നമ്മൾ ഓവർ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഓവർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്ത്, നമ്മുടെ ആ ഒരു എൻറ്റയർ ആ ഒരു ബോഡി പാർട്സിലോട്ട് ഓക്സിജൻ എന്ത് ചെയ്യും, കുറയും. അങ്ങനെ ഓക്സിജൻ കുറയുന്ന സമയത്ത് അവിടെ എന്ത് കുമിഞ്ഞു കൂടും, ലാക്ടിക് ആസിഡ് കുമിഞ്ഞു കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കര മസിൽ പെയിൻ അതുപോലെ തന്നെ മസിൽ കഞ്ചക്ഷൻ വരെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഓക്സിജന്റെ കുറവ് മൂലം ഒരാൾ ഓവറായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് മസിൽസിന് എന്ത് സംഭവിക്കുന്നു, എന്താണ്, ലാക്ടിക് ആസിഡ് അവിടെ ഡെപ്പോസിഷൻ സംഭവിക്കും, നമുക്ക് ഭയങ്കര പെയിൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് വളരെ കൂടുതലാണ്. ഇനി നമ്മുടെ മസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോൺസും ടെൻഡൻസും ആയിട്ടാണ്. ഇനി നമ്മുടെ ബോഡിയിലുള്ള ബിഗസ്റ്റ് മസിൽ എന്ന് പറയുന്നത് ഗ്ലൂട്ടസ് ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഫോഴ്സ് ആയിട്ടുള്ള മസിൽസ് എന്ന് പറയുന്നത് ജോ മസിൽസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു സ്കെൽട്ടൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്കെൽട്ടൽ സിസ്റ്റത്തിലെ ആൾക്കാർ എന്ന് പറയുന്നത് ബോൺസും ജോയിന്റ്സും ആണ്. അവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നിവർന്ന് നിൽക്കാനും അതുപോലെ നമുക്ക് ഇരിക്കാനും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ബോഡിയെ ഫ്ലെക്സിബിൾ ആയി വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഈ ഒരു ബോൺസും ജോയിന്റ്സും വെർട്ടിക്കലായി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്.
ഇനി നമ്മുടെ ഈ ഒരു സ്കെൽറ്റൽ മസിൽസും ഇന്ററാക്ട് ചെയ്യുന്നത് മൂലമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, മൂവ്മെന്റ്സ് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോൺസില് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് പ്രൊഡ്യൂസസ് ബ്ലഡ് സെൽസ് ഇൻ ദി ബോൺ മാരോ, അതായത് ബോൺ മാരോയിൽ നമ്മുടെ ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മിനറൽസും കാൽഷ്യംസും എന്ത് ചെയ്യുന്നുണ്ട്, ഫോസ്ഫറസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ബോൺസിലാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ എല്ലുബലം എല്ലുബലം എന്ന്, അതായത് നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന കാൽസ്യം മിനറൽസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ എല്ലുകളിലായിരിക്കും, ബോൺസിലായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നോക്കാം. അതായത് നമ്മുടെ ഒരു ബേബി ബോൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം 270 ബോൺസ് ഉണ്ടായിരിക്കും. പക്ഷെ അഡൽട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായി കുറയും, 206 ആയിട്ട് കുറയുന്നുണ്ട്. ഇനി നമ്മുടെ ഹാൻഡ്സും ഫീറ്റ്സും അടങ്ങുമ്പോൾ ഒരു ഹാഫ് ബോൺസ് ആയി, നമ്മുടെ ഒരു ഹ്യൂമൻ ശരീരത്തിലെ ഹാഫ് ബോൺസ് എന്ന് പറയുന്നത് കൈകാലുകൾ ചേർന്നാൽ തന്നെ എന്തായി, ഒരു ഹാഫ് ബോൺസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത് മിനറൽസ്, അതായത് മിനറൽസ് ആയിട്ടുള്ള കാൽസ്യം, അതുപോലെ തന്നെ ലിവിങ് സെൽസും ബ്ലഡ് വെസൽസും നെർവ്സും കൊണ്ടാണ്. ഇനി ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ബോൺസ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ലെയേഴ്സ് വെച്ചിട്ടാണ്, അതിനെയാണ് നമ്മൾ പെരിയോസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പോഞ്ചി ബോൺസും ഉണ്ട്. ഇനി ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോൺസ് മീറ്റ് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോൺസ് എന്ന് പറയുന്നത്. ജോയിന്റ്സ് ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്കള്ള്, അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിനെയും ഹിപ്പിനെയും, അതുപോലെ തന്നെ നമ്മുടെ നെക്കിനെ, അതുപോലെ വേസ്റ്റിനെ, ഇതെല്ലാത്തിനെയും കണക്ട് ചെയ്യാന്നുള്ളത്. അതായത് നമ്മുടെ ബോൺസുകളെ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പരിപാടി, ജോയിന്റ്സിന്റെ പരിപാടി. നമ്മുടെ ഷോൾഡേഴ്സിനെ നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്, ജോയിന്റ്സ് ആണ്. അതുപോലെ തന്നെ എല്ലാ പാർട്സും. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് മെയിൻ ആയിട്ട് വരുന്ന ഫങ്ഷൻസ്, എക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ് ആണ് ഏതൊക്കെ, അല്ല സോറി, ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗാമേറ്റ്സ് മെയിൽസിലാണെങ്കിൽ അതിന് സ്പേം എന്നും ഫീമെയിൽസിലാണെങ്കിൽ അത് എക്സും എന്ന് പറയുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് വഴിയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അതായത് നമ്മുടെ സ്പീഷീസ് കണ്ടിന്യൂഷൻ ആയിട്ട് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ ഏത് പ്രോസസ്സ് വേണം, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വേണം. ഇനി ഒരു ഫീമെയിൽസ് ആണെങ്കിൽ ഓവറി യൂട്രസും മസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഇനി മെയിൽസിലാണെങ്കിൽ ടെസ്റ്റിസും പെനിസും ഉണ്ടായിരിക്കണം. ഇനി ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സെക്സ് സെൽസും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതില് സ്പേം ഉണ്ട്. ആ സ്പേം ഒരു ഫീമെയിലിന്റെ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, എംബ്രിയോ ഫോം ചെയ്യുന്നത്. ഇതാണ് മെയിൽസിന്റെ സ്പേം എന്ന് പറയുന്നത്. ഇതാണ് ഫീമെയിൽസിന്റെ എഗ് എന്ന് പറയുന്നത്. മാച്ചിങ് നടന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നു. സ്പേംസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു എഗിന്റെ ഔട്ടർ ലെയർ ആയ സോണ പെലൂസിഡ ലെയറിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യും. ആ ഹിറ്റ് നമ്മുടെ സ്പേമിന്റെ ഹെഡിൽ ഒരു അക്രോസോം എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. അതിൽ നിന്ന് ചില എൻസൈംസ് അത് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എൻസൈംസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓവത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു എഗ്ഗിന്റെ ഔട്ടർ ലെയർ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുന്നത് വഴി നമ്മുടെ ഈ ഒരു സ്പേം ഓവത്തിനകത്തോട്ട് കയറും, സോറി എഗ്ഗിനകത്തോട്ട് കയറും. അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഒരു അറ്റ് എ ടൈം, ഒരു നോർമൽ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്ഗാണ് ഒരു മന്ത് പ്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു എഗ്ഗിന് ഒരു ഒറ്റ സ്പേമുമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ഏറ്റവും ആദ്യം എഗ്ഗിന്റെ അടുത്ത് റീച്ച് ചെയ്യുന്ന സ്പേമിനായിരിക്കും ആ ഒരു എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള ഓക്കെ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ശരീരത്തില് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ സെല്ലിൽ നിന്ന്
നമ്മളൊരു ഹ്യൂമൺ ആയിട്ട് മാറാൻ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതായത് ഒരു സെല്ലിൽ നിന്നാണ് നമ്മൾ ഒരു ന്യൂ ബോൺ ബേബി ആവുന്നത്, അതിൽ നിന്നാണ് നമ്മൾ എന്താവുന്നത്, ഒരു ഹ്യൂമൻ ബീയിങ് ആയി അഡൽറ്റ് ആയി മാറുന്നത്. അതായത് ഒരു ബേബി വളരാൻ ഏകദേശം എത്ര ടൈം എടുക്കുന്നുണ്ട്? ഒരു 20 ഇയർ എത്തുമ്പോഴാണ് ആ ഒരു ചൈൽഡ് എന്താവുന്നത്, അഡൽറ്റ് ആയിട്ട് മാറുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസിനെയാണ് നമ്മൾ സ്പേം എന്ന് പറയുന്നത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എഗ് എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് സെൽസിന് മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് എന്താണ്? സ്പേം ആണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് എന്താണ്? എഗ്സ് ആണ്. ഇനി ഈ സ്പേമും എഗും 23 ക്രോമസോംസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഒരു ഹ്യൂമൺ എന്ന് പറയുന്നത് 46 ക്രോമസോംസ് ഉള്ള ആൾക്കാരാണ്. അതായത് 23 പെയേഴ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഒരു ഹ്യൂമണിൽ നിന്ന്, അതായത് ഒരു ഹ്യൂമണിൽ 46 ക്രോമസോംസ് ഉണ്ടാവാൻ പാടുള്ള ഒരു ഹെൽത്തി ഹ്യൂമൺ. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് മെയിലിൽ നിന്ന് 23 ക്രോമസോംസും ഫീമെയിലിൽ നിന്ന് 23 ക്രോമസോംസ്, ഗ്യാമേറ്റ്സിന് മിയോസിസ് സംഭവിച്ചിട്ട് 23 ക്രോമസോംസ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഫീമെയിൽസിനും ഗ്യാമേറ്റ്സിന് മിയോസിസ് സംഭവിച്ച് 23 ആയി കുറയുന്നു. ദെൻ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ 46 ക്രോമസോംസ് ഉള്ള ഒരു ബേബി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്പേമും എഗും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂ സെൽ ഉണ്ടാവുന്നു. അതാണ് സൈഗോട്ട്. ഈ സൈഗോട്ടാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോസിസ് ഒക്കെ സംഭവിച്ച് എംബ്രിയോ ആയി ഒരു ബേബി ആയിട്ട് 9 മന്ത് കഴിയുമ്പോൾ മാറുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. എന്താണ് നെർവസ് സിസ്റ്റം? അപ്പൊ ഒരു നെർവസ് സിസ്റ്റത്തിന്റെ മേജർ പാർട്സ് എന്ന് പറയുന്നത് ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവ്സ് ആൻഡ് സെൻസ് ഓർഗൻസ് ആണ്. ഇവരെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ ഒരു നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫങ്ഷൻസ് നോക്കാം. അതായത് നമ്മുടെ ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുക, ശരീര തുലനാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? നമ്മുടെ ഈ ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ സെൻസറി മോട്ടോർ ഫങ്ഷൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു നെർവസ് സിസ്റ്റം ആണ്. ഇനി നമുക്കറിയാം, നമുക്ക് മെയിൻ ആയിട്ട് 2 കണ്ടീഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഒന്ന് പാരാസിമ്പത്തറ്റിക്കും ദെൻ സിമ്പത്തറ്റിക് സിസ്റ്റം. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഒരു നോർമൽ ആയിട്ട് മൂവ് ചെയ്യാണ്. നോർമൽ ആയിരിക്കുന്ന സമയത്തുള്ള ഒരു സിസ്റ്റം ആണ് എന്ത്? നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഇനി സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു എന്താ പറയാ, പെട്ടെന്ന് നമ്മൾ പേടിച്ചു, അല്ലെങ്കിൽ നമ്മളെന്നെ ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ വന്നു, നമ്മൾ എന്ത് ചെയ്യും? ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഓടും. ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു പാരാസിമ്പത്തറ്റിക്കിനെ ഓവർകം ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹാർട്ട് എന്ത് ചെയ്യും? ഒരുപാടായിട്ട് ഇടിക്കും, ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. അതുപോലെ തന്നെ നമ്മുടെ പ്രോജിയൊക്കെ എന്ത് ചെയ്യും? ഡൈലൈറ്റ് ചെയ്യും. നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഡൈലൈറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു ടെൻഷൻ, നമ്മൾ പേടിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ ഒരു കാര്യങ്ങളാണ് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നടക്കുന്നത്. എന്നാൽ നോർമൽ ആയിരിക്കുന്നതാണ് എന്ത്? നമ്മുടെ പാരാസിമ്പത്തറ്റിക്കില് നടക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നെർവസ് സിസ്റ്റം നമുക്ക് പറയാം. ഈ ഒരു നെർവസ് സിസ്റ്റത്തിലുള്ള ബേസിക് സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂറോൺ അഥവാ നെർവ് സെൽ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ഒരു ന്യൂറോണിന്റെ മെയിൻ ആയിട്ട് 3 ബോഡി പാർട്സ് ആണ് ഉള്ളത്. ഒന്ന് അതിന്റെ ന്യൂക്ലിയസ്, പിന്നെ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ അതിനൊരു സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സെൻസേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് സെൻസറി ന്യൂറോൺസ് വഴി അല്ലെങ്കിൽ സെൻസറി നെർവ്സ് വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ ന്യൂറോണിലോട്ട് ഇൻഫർമേഷൻസ് എത്തുന്നു. ആ ഇൻഫർമേഷൻസ് ഡെൻഡ്രൈറ്റ് വഴി, ഈ ഡെൻഡ്രൈറ്റ് വഴി ഈ ഡെൻഡ്രോണിലൂടെ
ബോഡി പാർട്സ്, അതായത് ഈ ഒരു ന്യൂറോണിന്റെ ബോഡിയിൽ എത്തും. ദെൻ അവിടെ നിന്ന് ആക്സോൺ വഴി, ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോൺ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ആക്സോണൈറ്റിലൂടെ സിനാപ്റ്റിക് നോബിൽ എത്തും. ഈ സിനാപ്റ്റിക് നോബ് ഇതാണ്. ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യും സിനാപ്റ്റിക് നോബ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലോട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഇതൊരു ചെയിൻ പ്രോസസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന സെൻസറി ഇൻഫർമേഷൻസിനെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, എൻടയർ ദി ബ്രെയിൻ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു ന്യൂറോൺസ് വഴിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്സോണിനെ കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നെർവസ് സിസ്റ്റം മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റവും ഒന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഫർമേഷൻസിനെ പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNS കൊടുക്കുന്ന ഇൻഫർമേഷൻസിനെ അതാത് ഓർഗൻസിലോട്ടും ഗ്ലാൻസിലോട്ടും എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഇനി ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എല്ലാ ബോഡി പാർട്സ് ആരാണ്, നമ്മുടെ ബ്രെയിനിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് സെറിബ്രം, സെറബെല്ലം, ദെൻ ഒബ്ലാങ്കട്ട. സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ. ദെൻ സെറബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്, എൻറ്റയർ ബോഡിയുടെ മൂവ്മെന്റ്സും അതുപോലെ തന്നെ ബാലൻസും. ദെൻ മിഡിൽ ഒബ്ലാങ്കട്ട, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് ബോഡിയിലോട്ട് അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് ബ്രെയിനിലോട്ട് മെസ്സേജസിനെ പാസ് ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, ഒബ്ലാങ്കട്ടയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഹ്യൂമൻ ബ്രെയിന്റെ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയാനായിട്ട് പറ്റും. ഇതിന് ഏകദേശം മില്യൺസ് ഓഫ് മെമ്മറീസിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബില്യൺസ് ഓഫ് കാൽക്കുലേഷൻസ് എവറിഡേ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം 100 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു പെർ സെക്കൻഡിൽ ഒരു 10,000-ഓളം ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നൽസിന് അത് സ്വീകരിക്കുന്നുണ്ട്. ഇനി ഒരു 270 MPH വഴി അത്രയും മെസ്സേജിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാത്തിലും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്പൈനൽ കോഡും അതുപോലെ സെൻസറി മോട്ടോർ നെർവ്സും ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എൻഡോക്രൈൻ സിസ്റ്റം ആണ്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ ടെമ്പറേച്ചർ, മെറ്റബോളിസം, അതുപോലെ നമ്മുടെ ഡെവലപ്മെന്റ്സ്, റീപ്രൊഡക്ഷൻസ്, ഹോമിയോസ്റ്റാറ്റിസ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ എൻഡോക്രൈൻ സിസ്റ്റംസ് കുറച്ച് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ് എന്ത്, എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പാൻക്രിയാസ്, അഡ്രിനൽ, തൈറോയിഡ്, ടെസ്റ്റിസ് ആൻഡ് ഓവറി. നമ്മുടെ ഹൈപ്പോതലാമസ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. ഏതൊക്കെ, ഹൈപ്പോതലാമസ്, പൈനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, ഓവറീസ്, തൈമസ്, അഡ്രിനൽ ഗ്ലാൻഡ്, ടെസ്റ്റിസ്. ഇനി നമുക്കൊരു എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ഈ എൻഡോക്രൈൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹോർമോൺസും കെമിക്കൽസും റിലീസ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ഹോർമോൺസ് ഉണ്ട്. ഈ ഓരോ ഹോർമോണിന്റെയും ഫംഗ്ഷൻ എന്താണ്, ഡിഫറെന്റ് ആണ്. ഇനി ഈ ഹോർമോൺസിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്, ബ്ലഡ്സ് ആയിരിക്കും. എന്നിട്ട് ടാർഗറ്റ് ഓർഗൻ ഏതാണോ അങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ഹോർമോൺസ് ഒരു പേഴ്സണിന്റെ ഫീലിങ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഗ്ലാൻഡ്സും അതിന്റെ ഹോർമോൺസും ആണ്, അതിന്റെ ഫങ്ഷൻസും ആണ് നമ്മൾ പറയുന്നത്. ആദ്യം പൈനിയൽ ഗ്ലാൻഡ്, അത് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇത്, മെലറ്റോണിൻ. അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പും അതുപോലെ വേക്കപ്പ് സൈക്കിളും കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് പറയാം ഒരു റിതമിക് ആക്ടിവിറ്റിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത്, നമ്മുടെ ഒരു ലൈഫ് റിതമിക് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ, പൈനിയൽ ഗ്ലാൻഡിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്.
നമ്മളൊരു 5 ദിവസം ഒരു 5 മണിക്ക് പുലർച്ചെ 5 മണിക്ക് നമ്മൾ എണീക്കുകയാണെങ്കിൽ അലാറം വെക്കാതെ തന്നെ 6ാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുന്നേൽക്കാനായിട്ട് പറ്റും. അതിന് നമ്മളെ സഹായിക്കുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ അത് കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് തൈറോയിഡ്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മെറ്റബോളിസത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് ഒരു സിറ്റുവേഷനിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഏത് ഹോർമോണാണ്? അഡ്രിനാലിനാണ്. ഇനി തൈമസ്. തൈമസ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് തൈമോസിൻ. അത് എന്ത് ചെയ്യുന്നുണ്ട്? T സെൽസ് ഡെവലപ്മെന്റ്സിന്, അതായത് ഡിസീസുകളെ പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കുകയാണ് ആര് ചെയ്യുന്നത്? തൈമോസിൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും അത് ഫീമെയിൽ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. അത് എന്ത് ചെയ്യുന്നുണ്ട്? മെയിൽ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡി പാർട്സ്, LSTSന്റെ ബോഡി പാർട്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇനി എന്ത് ചെയ്യാം? ക്ലാസ് കേൾക്കുക, നോട്ട്സ് വെച്ചിട്ട് അത് പഠിക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഈ ഹോർമോൺസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് നോക്കണം കേട്ടോ. നല്ല ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യണേ, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് ആണ്, പോർഷൻസ് ആണ്. അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.